അപ്പൊ നമ്മളിത് ആ ഒരു ഫേമസ് കുട്ടേട്ടൻ ഉണ്ണിയപ്പ കടയുടെ അവിടെ എത്തി. അപ്പൊ അതായത് നമ്മൾ ആ ഉണ്ണിയപ്പം വാങ്ങിയേക്കാണ്. 89.13 ഡീസൽ റേറ്റ്. അങ്ങനെ ആ ഒരു നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ആ ഒരു കവാടം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇതിന്റെ കൊമ്പ് നോക്കിയേ, നല്ല വലിയ കൊമ്പ്, എന്ത് രസാ. അപ്പൊ നമുക്കിത് അടുത്ത സൈറ്റിങ് കിട്ടിയേക്കാണ്, ഹനുമാൻ കുരങ്ങ്. 32 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കാട്ടിലൂടെ ഒരു വഴി, അതും എവിടെയാ, നമ്മുടെ നാഗർഹോളെ ടൈഗർ റിസർവിന്റെ നടുവ് കൂടെ. വെറും 20 രൂപ കൊടുത്ത് നമുക്ക് നമ്മുടെ സ്വന്തം കാർ കൊണ്ട് ആ ഒരു വഴി പോവാം. അങ്ങനെ പോകാൻ പറ്റി അങ്ങനെ ഉണ്ടാവും. അത്തരത്തിലുള്ള റൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹാപ്പി ട്രാവലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗർഹോളെ ആ ഒരു ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടെയുള്ള ആ ഒരു വനപാതയെ കുറിച്ചിട്ടുള്ള വിശദമായ വീഡിയോ കാണാം. ഓക്കെ, നമ്മളിപ്പോ ആ കാട്ടിക്കുള്ള വഴിക്ക് കയറി കേട്ടോ, തിരുനെല്ലിന്ന് ഇറങ്ങിയിട്ട്. നമ്മളത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ രാവിലെ ആനയെ കണ്ടത് കേട്ടോ. ആ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിലെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ആനയെ കണ്ടതിന്റെ ഭാഗമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആ ഒരു കാട്ടുവഴി കൂടെ പോവാം. നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിൽ ആടുകളെ അവിടെ നിക്കണത്? വല്ല പുലിയും വന്ന് പിടിച്ചാലോ? അച്ഛനമ്മ എന്താ ജാഗരൂകരായിട്ട് വല്ല ആനയോ കടുവോ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കാറിലിരുന്ന്. ആ മുന്നിൽ കാണാൻ മരത്തിലുണ്ടോ ഏറുമാട മോളില്. അപ്പൊ നമ്മളിത് ആ ഒരു ഫേമസ് കുട്ടേട്ടൻ ഉണ്ണിയപ്പ കടയുടെ അവിടെ എത്തി. ഈ റൈറ്റിലേക്ക് പോകുന്നതാണ് തിരുനെല്ലിക്കുള്ള വഴി. നേരെ പോയ മാനന്തവാടി. നമ്മളിപ്പോൾ ടുവേർഡ്സ് തോൽപ്പെട്ടി ഏരിയയ്ക്കാണ് പോകുന്നത്. അപ്പം നമ്മളിത് അപ്പം വാങ്ങാൻ പോകണേ. അതേ നമുക്ക് അപ്പം കിട്ടിയേക്കാണ്. അപ്പം അതായത് നമ്മൾ ആ ഉണ്ണിയപ്പം വാങ്ങിയേക്കാണ്. ഒരു പാക്കറ്റിൽ 10 എണ്ണം കേട്ടോ ഉണ്ടാവുക. 10 എണ്ണത്തിന് 60 രൂപ. അതായത് ഒരപ്പത്തിന് 6 രൂപ വെച്ച്. അഫോർഡബിൾ ആണ്, വിശപ്പ് മാറാനുള്ളതൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ആ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ കോട്ടേജസും ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഇവിടുത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പ് ഉള്ളത്. ബട്ട് നിർഭാഗ്യവശാല പെട്രോൾ പമ്പ് അടവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കർണാടകയിൽ നിന്ന് പെട്രോൾ അടിക്കാം. കർണാടകയിലാണെങ്കിൽ പെട്രോൾ അല്ല, ഡീസലാണ്. അതിനാണെങ്കിൽ വിലയും കുറവാണ്, 88 രൂപ എന്തല്ലേ ഉള്ളൂ. അപ്പോൾ അതാ നമുക്കൊരു തോൽപ്പെട്ടി കുട്ട KSRTC നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സഫാരിയുടെയൊക്കെ ഭാഗം. ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു തോൽപ്പെട്ടി സൈഡിൽ സഫാരി പോകാൻ പറ്റും. അപ്പം നമ്മളിത് കേരളം വിടുകയും കർണാടകയിലേക്ക് കയറുകയും ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഭാഗമാണ്. ഇനി എക്സൈസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കൂടി വരും, കുറച്ച് അങ്ങോട്ട് പോയാൽ. അത് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി കർണാടകയിലേക്ക് കയറും. ഇതേ വേറൊരു മാനന്തവാടി കുട്ട KSRTC അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുൾ ഇങ്ങനെ തട്ടുകടകളും റെസ്റ്റോറൻറ്റുകളും റൂമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇടതുവശത്തൊക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാപ്പിത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇതൊക്കെ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തതാണ് കാപ്പിച്ചെടികൾ. അങ്ങനെ നമ്മളിത് ബോർഡർ എത്തിയത് ക്യാമറകളൊക്കെ കാണാം. ഇവിടെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ. ഇപ്പോൾ ഇതവിടെ ബോർഡുണ്ട്, നന്ദി വീണ്ടും വരിക, വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ വയനാട് സന്ദർശിച്ചതിന് താങ്ക്സ് ഒക്കെ ഒരു കണ്ടോ. കേരളത്തിൽ നിന്ന് കർണാടകയ്ക്ക് കയറിയപ്പോൾ റോഡ് മാറിയത് കണ്ടോ. മാർക്കറ്റിംഗ് തന്ത്രം നോക്കൂ. കേരളത്തിൽ 103 രൂപയുള്ള പെട്രോള് അല്ല 105 ഇവിടെ 103 ഉള്ളൂ. ഇവിടെ 89 രൂപയുള്ളൂ ഡീസൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മാർക്കറ്റിംഗ് അല്ലേ. കർണാടകയിൽ നല്ല വില കുറവുണ്ട്. ഡീസലിന് എത്ര 89 കണ്ടത്. നമ്മുടെ അവിടെ എത്ര 95 അല്ലേ. പെട്രോളിന് 108 ഉള്ളത് 103 എന്തേ ഉള്ളൂ. നമ്മുടെ വണ്ടിയിൽ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു അത്യാവശ്യം കൃത്യം കർണാടക കയറാനുള്ള ഡീസൽ മാത്രമേ അടിക്കുള്ളൂ. ബാക്കി ഡീസൽ കർണാടകയിൽ നിന്ന് അടിക്കാന്ന് വെച്ചിട്ടാണ്. വില കുറവല്ലേ, നമ്മള് മലയാളികളല്ലേ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാക്സിമം ലാഭിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി തൊട്ടടുത്ത് തന്നെ പമ്പിൽ കയറി ഡീസൽ അടിക്കണം. പക്ഷേ കർണാടകയിലേക്ക് കയറിയതും റോഡുകളുടെ അവസ്ഥയൊക്കെ ഇത് പരിതാപകരമായി. ചാടി ചാടി ഒക്കെയാണ് പോണത്. അയ്യോ,
കർണാടക സർക്കാർ ബിയിലേക്ക് എന്തായാലും നീയൊക്കെ വില കുറവില് ഡീസൽ അടിച്ചല്ല, അതുകൊണ്ട് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ചാടിപ്പോകും, അങ്ങനെ അവർ വിചാരിക്കണ്ടാവുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു കാപ്പി എസ്റ്റേറ്റ് ആണ്. അവിടെ അങ്ങനെ കാപ്പിക്കുരൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് ഉണക്കാനൊക്കെ. എന്താണ് ഹുവിനക്കാട് എസ്റ്റേറ്റ് ആണിത്, കാപ്പിയിലെ. നല്ല രസമുണ്ടല്ലോ, നല്ലൊരു ഏരിയ, വെൽ മെയിൻറ്റെയിൻഡ് ഹുവിനിക്കാട് എസ്റ്റേറ്റ് ആണിത്. ഇപ്പുറത്തത് കാപ്പി തോട്ടവും കവുങ്ങ് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ദൈവം സഹായിച്ച് ഇവിടെയൊക്കെ പാച്ച് വർക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് ഉപകാരം ഇല്ലെങ്കിലും ഭാവിയിൽ വരുന്ന യാത്രക്കാർക്കൊക്കെ കുറച്ചെങ്കിലും അതൊരു ഉപകാരമാവും. അപ്പൊ ഇവിടെ 89.13 ഡീസൽ റേറ്റ്. 1500 രൂപയ്ക്ക് അടിച്ചപ്പോഴത്തേക്കും 16.81 ലിറ്റർ കയറി. താങ്ക് യു. അപ്പൊ ഈ കാണുന്നത് കുട്ട ബസ് സ്റ്റാൻഡ് ആട്ടോ. അപ്പൊ ആ കുട്ട ബസ് സ്റ്റാൻഡിന്റെ അവിടെ നമ്മൾ റൈറ്റ് തിരിയണം. ഒരു യു ടേൺ പോലെയാണ്, അങ്ങോട്ട് റൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവുക. അപ്പൊ അതെ നമുക്ക് ബോർഡ് കാണാം, കുട്ട നാഗർഹോളെ റോഡ് 10 കിലോമീറ്റർ. അപ്പൊ ഇവിടുന്ന് 10 കിലോമീറ്റർ പോയാലാണ് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് എത്താം. എനിക്ക് ഈ കുട്ട എന്ന് പറയുമ്പോൾ എപ്പോഴും മറ്റേ കുട്ടമണി ഓർമ്മ വരിക, നമ്മുടെ അയ്യപ്പനും കോശിയിലെ സാബുമോന്റെ ക്യാരക്ടറില്ലേ കുട്ടമണി, അതാ ഓർമ്മ വരിക. അപ്പൊ അമ്മതേ അപ്പം തിന്നു തുടങ്ങി. അപ്പൊ എന്റെ സംസാരം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, ഞാനും തിന്നു തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇത് വിശപ്പിന്റെ മാത്രം കാര്യമല്ല അല്ലേ, നമുക്കിപ്പോ വിശപ്പില്ലെങ്കിൽ അതിന്റെ ആ ഒരു രുചി കാരണം നമ്മൾ വാങ്ങിപ്പോകും. ഒരിക്കലും വാങ്ങിയാൽ പിന്നെയും വാങ്ങും, അങ്ങനെയാണ്. അപ്പൊ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യാം, പിന്നെ നിങ്ങൾ സ്ഥിരം വാങ്ങിക്കോളും. ഈ ഒരു വഴിയിൽ നല്ല ആംബിയൻസിൽ ഒരു കഫേ ഉണ്ട്. നമ്മളിപ്പോ എന്തായാലും കാണാൻ നിൽക്കണില്ല, ഉണ്ണിയപ്പം കഴിച്ച് വയറ് നിറഞ്ഞ് ഇരിക്കല്ലേ. പക്ഷെ ഇതിന്റെ അപ്പുറത്തൊരു കളർ അടിപൊളി ആംബിയൻസിലൊരു കഫേയാണ്. കാര്യമായിട്ട് നല്ലൊരു കട എന്ന് പറയുന്നത് ഈ ഒരു വഴിയിൽ തന്നെ കണ്ടതുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ സ്നാക്സോ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഈ ഒരു കഫേ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളിത് എത്താറായി, ആ ഒരു നാഗർഹോളെ ചെക്ക് പോസ്റ്റിനെ കൂടെ എത്താറായി, പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ നമ്മൾ ആ ഒരു നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ആ ഒരു ഏരിയക്ക് കയറി. ഇതെന്ന് പറഞ്ഞെങ്കിൽ സഫാരി ഒക്കെ തുടങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സഫാരി ജീപ്പ് ഇരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനത്തെ ജീപ്പുകളിലോ അല്ലെങ്കിൽ ആ മുന്നിൽ കാണുന്ന ബസ് കണ്ടില്ലേ, അത്തരത്തിലുള്ള ബസ്സിലൊക്കെ കാടിന്റെ ഉള്ളിൽ കൂടെ സഫാരി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ഓൺലൈൻ സൈറ്റിലൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നതാണ്. നമ്മളേതായാലും നമ്മുടെ സ്വന്തം വണ്ടി വെച്ച് വെറും 20 രൂപയ്ക്കൊരു ടിക്കറ്റ് എടുത്ത് കാട്ടുകൂടെ പോകാൻ പറ്റുന്ന ഒരു വഴി കൂടെ പോകാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ആ ഒരു കവാടം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പോയി പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ടിക്കറ്റ് എടുക്കേണ്ടത്, വണ്ടി അവിടെ സൈഡാക്കിയിട്ട്. അപ്പം നമ്മളിത് എത്തി നാഗർഹോളെ ടൈഗർ റിസർവ്. സൂപ്പർ എക്സൈറ്റഡ് ആണ്, എന്തിനേലൊക്കെ സൈറ്റിങ്സ് കിട്ടുമൊക്കെ ആണോ എന്നൊക്കെ അറിയാൻ. അപ്പൊ നമ്മൾ ആ ഒരു നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ്. വണ്ടി നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ ചോദിക്കും, പേര് ചോദിക്കും, 20 രൂപ പൈസയും കൊടുക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ലിമിറ്റഡ് സ്പീഡ്, അതായത് ഒരു 30 to 40 കിലോമീറ്റർ സ്പീഡിലേ ഇത് കൂടെ പോകാൻ പാടുള്ളൂ. അതുപോലെ 1 ഹവറിനുള്ളിൽ അപ്പുറത്ത് എക്സിറ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി അപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വരും, അതാ ആ വഴി അങ്ങോട്ട് പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയണം. കാരണം അപ്പുറത്ത് എക്സിറ്റ് ആവാതെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വഴി വരുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല റെസ്പോൺസിബിളായിട്ട്, കാരണം കാട്ടുകൂടെയാണ് നമ്മൾ ഓടിക്കുന്നത്, അപ്പോൾ നല്ല റെസ്പോൺസിബിളായിട്ട് ഓടിക്കുക. മൃഗങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ മാക്സിമം പ്രൊവോക്ക് ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ അത്രയും റെസ്പോൺസിബിളായിട്ട് വേണം നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിക്കാൻ. അപ്പോൾ എപ്പോഴേലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു നേച്ചറിനൊക്കെ എൻജോയ് ചെയ്ത് ഈ ഒരു കാട്ടുകൂടുള്ള വഴി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം. മാൻ പുള്ളിമാൻ, നല്ലൊരു മാനുണ്ട്. അപ്പോൾ കയറിയ ടൈം തൊട്ട് നമുക്ക് ഇഷ്ടംപോലെ മാനുകളുടെ സൈറ്റിങ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഒരു സുന്ദരൻ, ഒന്നല്ല 2 സുന്ദരന്മാരുണ്ട്. ഓ, ഇതിന്റെ കൊമ്പ് നോക്കിയേ, നല്ല വലിയ കൊമ്പ്, എന്ത് രസാ. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ബിൽഡിങ്ങുകളും ആളുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തിലെത്തി. ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാതുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നൊക്കെ ഉണ്ട് ചുറ്റും. ഇവിടെ ഒരുപാട് ഫോറസ്റ്റിൻ്റെതായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഒരു സെറ്റിൽമെന്റും ബാക്കി ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തോന്നുന്നുണ്ട് കണ്ടിട്ട്.
അതുപോലെ ഈ ഒരു റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വീതി കുറവാണ്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളുടെ ഈഗോ മാറ്റി വയ്ക്കുക. എതിരെ വരുന്ന കർണാടക വണ്ടിയോ തമിഴ്നാട് വണ്ടിയോ ഇനിയിപ്പോൾ കേരള വണ്ടിയോ ഏത് വണ്ടി ആയിക്കോട്ടെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ്, എതിരെ വന്ന ഒട്ടുമിക്ക വണ്ടികളും ഭയങ്കര റാഷായിട്ടാണ് ഓടിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഒന്ന് ഇറക്കി കൊടുക്കുക, കുറച്ചൊന്ന് താണ് കൊടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് തന്നെയാണ് അതിൻ്റെ നല്ലത്. ഇപ്പോൾ ഈ കാറ് തന്നെ കണ്ടില്ല, ഡീസൻ്റ് ആയിട്ട് അവൻ സൈഡ് നോക്കി തന്നു. ചിലവരൊക്കെ ഒരു മയമില്ലാത്ത വരവാകും, എസ്പെഷ്യലി കർണാടക വണ്ടികളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എതിരെ വന്നപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എന്താണെങ്കിലും അപ്പോൾ നിങ്ങളൊന്ന് ഒതുക്കി കൊടുത്തു എന്ന് വെച്ച് നിങ്ങൾക്ക് യാതൊരു മോശം ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ നമുക്കിത് അടുത്ത സൈറ്റിങ് കിട്ടിയേക്കാണ്, ഹനുമാൻ കുരങ്ങ്. അവിടെ ഇരുന്നിട്ട് എന്തോ കൂളായിട്ട് തിന്നുന്നുണ്ട്. ബൈ ബൈ. നമ്മളപ്പോ 15 മിനിറ്റ് 20 മിനിറ്റ് ലേറ്റ് ആയി പറഞ്ഞ് ഫൈൻ വാങ്ങാൻ പോണ അവരെ. റോഡിന്റെ അവസ്ഥ നിങ്ങൾ വീഡിയോയിൽ കണ്ടതല്ലേ. റോഡ് കണ്ടീഷൻ ഒരു മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ റോഡ് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ന്യായമാണ്. ടൈം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റോഡ് ഇങ്ങനെയല്ലേ, 10 സ്പീഡിൽ പോലും പോരാൻ പറ്റാത്ത റോഡ്, എന്നിട്ട് 30 മോശം റോഡിലൂടെ വണ്ടി ഓടിച്ചിട്ട് നടക്കുന്ന ദിവസം ഫൈനടിക്കാം. ചോദിച്ചോക്കാം. നിങ്ങൾ ആദ്യം റോഡ് നന്നാക്ക്, എന്നിട്ട് റോഡ് ಒಳ್ಳೆ ರೋಡ್ ಇದ್ರೆ ಸರಿ, ನೀವು ಹೇಳಿದ್ರೆ ಸರಿ. ಅಪ್ಡೇಟ್ ಮಾಡ್ಕೊಂಡ್ ಬಂದ್ರೆ ಏನ್ ಮಾಡ್ತೀರಿ ನೀವು? ಹೊಸ ಸೆಕೆಂಡ್ ಎಷ್ಟು ಗಂಟೆ ಬಂದ್ರಿ? 3:50 ಅಂದಿದೆ. ತಿರ್ಗಾ ಅವ್ರು ಲೇಟ್ ಬಂದು ತಿರ್ಗಾ ನಮ್ಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ ನೋಡಿ. If you are going to ride, you will experience that. Yeah. So if you are going to ride, അപ്പോ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല, ഒന്നും പറയണ്ട. പറ്റിക്കൽ പറഞ്ഞ അസല് പറ്റിക്കലാണ്. നമ്മളോട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ആകെ അപ്പുറത്തെ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തണമെന്ന്. പക്ഷെ ഒരാളെ കൊണ്ടും എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ മറ്റേ 2020 മറ്റേ ബായി ഉണ്ടല്ലോ, മറ്റേ എന്താ പറയുക, ബാബു ആന്റണി ചെയ്ത ക്യാരക്ടർ, ഹിമാലയൻ റാലി റേസർ, അങ്ങനെയുള്ള വല്ലവരൊക്കെയാണ് ചിലപ്പോൾ ഓടിച്ചെത്തിക്കാൻ പറ്റുക. അല്ലാത്ത ഒരാൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഓടിച്ചെത്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുഴിയാണ്. ഞാൻ ഈ തിരിച്ചാ വഴി തന്നെ പോകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് 15 മിനിറ്റ് എന്താണ് ലേറ്റ് ആയത്, 15-20 മിനിറ്റ്. അതിനവർ ചോദിക്കുന്ന ഫൈൻ എമൗണ്ട് 1800 ആ റേഞ്ചിലൊക്കെയാണ്. വൻ പറ്റിക്കൽ പറഞ്ഞാൽ വൻ പറ്റിക്കൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴി വരുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ. എന്നിട്ട് ആക്ച്വലി ഉണ്ടായ സംഭവം എന്താ പറഞ്ഞെങ്കിൽ, ഞങ്ങളുടെ ഒപ്പം തന്നെ അതേ ടൈമിൽ കയറിയ വേറൊരു 3 വണ്ടികളുണ്ട്. ആ 3 വണ്ടികൾ ഒരു ഫാമിലിയുടെ ആയിരുന്നു. അപ്പൊ അവർക്ക് നന്നായിട്ട് കന്നഡ സംസാരിക്കാൻ അറിയാം. കന്നഡ അറിയില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് നല്ല പോലെ സംസാരിച്ചു നിന്നു. അപ്പൊ ഒരു ഫോറസ്റ്റത്തെ ഒരാൾക്ക് ഷാഠ്യം പിടിച്ചിക്ക 1800 രൂപ ഫൈൻ അടുപ്പിക്കാനാണെന്ന്. ബാക്കി 2 പേരുണ്ട്, ഈ ചെക്ക് പോസ്റ്റിൽ എഴുതാതിരിക്കുന്ന ഒരാളും പിന്നെ വന്നൊരു ഫോറസ്റ്റത്തെ ഒരാളും. അവര് നൈസായിട്ട് ഞങ്ങൾ പോയി ഡീൽ ചെയ്ത് ഒരു വണ്ടിക്ക് 500 രൂപ വെച്ച് കൊടുത്തു, കൈക്കൂലി. അങ്ങനെയാണ്. പക്ഷെ നമുക്ക് 1800 രൂപ അനാവശ്യമായിട്ട് കൊടുക്കണേക്കാളും നല്ലത്. ഞാൻ കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാതെ കാണുന്നവർ അങ്ങനെ വിചാരിക്കരുത്. ബട്ട് നമ്മള് കൊടുക്കാൻ ബാധ്യസ്ഥരല്ലാത്ത ഒരു 1800 രൂപ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതാ തോന്നി. ഇല്ലെങ്കിൽ അവിടെ നമുക്ക് പോരാൻ പറ്റില്ല. നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ പേരിൽ കേസാവും നമ്മുടെ പേരിൽ ഒരാവശ്യമില്ലാതെ. അവർക്ക് എഴുതി പിടിപ്പിക്കാമല്ലോ. 1 മണിക്കൂറിനുള്ളിൽ പോകണമെന്ന് നിയമമുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിനനുസരിച്ചുള്ള റോഡ് വേണ്ടേ? ഇത് കുണ്ടും കുഴിയും നിറഞ്ഞ് എൻ്റെ അമ്മോ. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു. തിരിച്ച് ആ വഴി തന്നെയാവും ഞാൻ പോകണ്ടാവുക. അത് കൂടെ തന്നെ പോകും. എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു ഫാമിലി ഉള്ള കാരണം, അവര് സംസാരിച്ച് നിന്ന കാരണം ഇങ്ങനൊരു ഡീലിലേക്ക് എത്തി. ലാസ്റ്റ് ഒരു 500 രൂപ വെച്ച് വണ്ടിക്ക് തന്നാൽ മതി. അപ്പൊ എനിക്ക് കന്നഡ അധികം ഒന്നും അറിയില്ല, കേട്ടാൽ മനസ്സിലാവുന്നല്ലാതെ പറയാൻ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടി മിക്സ് ചെയ്ത് പറഞ്ഞു കാര്യം മനസ്സിലാക്കി.
ഞങ്ങൾ ഈ വണ്ടികളൊക്കെ ഏതാണ്ട് ഒരേ ടൈമിൽ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾക്കും ഫൈൻ അടയ്ക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. എന്നിട്ട് അവസാനം ആ ഒരു ഫോറസ്റ്റ് ഓഫീസർ, മറ്റാൾ അപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്, അയാൾക്കാണ് മെയിൻ പ്രശ്നം ഞങ്ങൾ ഫൈൻ അടപ്പിക്കാനായിട്ട്. KL വണ്ടിയും കൂടിയല്ലേ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കർണാടക രജിസ്ട്രേഷൻ കൂർഗ് വണ്ടി 1 മണിക്കൂറിനിടയിൽ വന്നൂല പറഞ്ഞിട്ട്. അവൻ്റെയൊക്കെ വണ്ടിയുടെ കോലം തന്നെ കണ്ടറിയാം അവൻ എത്ര റഫ് യൂസ് ആണ് വണ്ടി. അങ്ങനെയുള്ളവർക്കൊന്നും കുഴപ്പമില്ല, കുഴി കണ്ടാ ചവിട്ടാതെ അടിച്ച് പടച്ച് വിടുന്നവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വണ്ടി കുറച്ചൊരു മാന്യതയിൽ ഓടിക്കണം, വൃത്തിക്ക് ഓടിക്കണം എന്നൊക്കെ ഇല്ലേ, കുഴി കണ്ട പതുക്കെ ചാടിച്ച് അടി തട്ടാതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു വഴി വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ചതി അതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കന്നഡ സംസാരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് ആർഗ്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഡാഷ് ക്യാമറ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാം. അവര് നിങ്ങൾ വഴിയിൽ നിർത്തി, കാട്ടിനെ നടുക്ക് നിർത്തി, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫൈൻ പിടിക്കുന്നത്. പക്ഷേ എന്താ പറയാ, നമുക്കെല്ലാം അറിയൂ കുഴികാരനാണെന്ന്. അവരത് സമ്മതിച്ചു തരില്ല എന്ത് ചെയ്താലും. എങ്ങനെയെങ്കിലും ആ ഫൈൻ എമൗണ്ട് പിടിക്കാൻ നോക്കും. ഇതിപ്പോ പ്രത്യക്ഷത്തിൽ അവർക്ക് തന്നെ ലാഭം. ഫൈനിന്റെ പേരും പറഞ്ഞ ഒരാൾക്ക് ഒരു വണ്ടിയുടെ പേരിൽ 500 രൂപ വെച്ച് കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെ ഒരു റിസ്കും ഇല്ല. ഞാൻ എന്തായാലും അവിടെ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ല. അവിടെ പോയി ഞങ്ങള് ഷൗട്ട് ചെയ്യുന്നതും കയർക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു ചതിയന്റെ പിന്നിലുണ്ട്. എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു സംഭവം കാണാൻ മൊത്തം മൂഡ് പോയി. ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മൊണാസ്ട്രി ഒക്കെ കാണാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ അടുത്തൊരു മൊണാസ്ട്രി ഉണ്ട്, അവിടെ പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പോക്ക് ക്യാൻസലായി. താങ്ക്സ് ടു കർണാടക വൈൽഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാവരും അല്ല, പക്ഷെ ഇങ്ങനെയുള്ള കുറെ എണ്ണം. താങ്ക്സ് ടു ദം. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സീറ്റ് കയറി. നമുക്ക് സംഭവിച്ച മോശം കാര്യങ്ങൾ നമ്മളെ തളർത്താൻ പാടില്ല എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി വന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മൊണാസ്ട്രിക്ക് പോവാണ്. തിരിച്ചിനി ആ വഴി തിരിച്ചു പോകാൻ വയ്യ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും ലേറ്റ് ആയിട്ട് അവർ 500 രൂപ ഉണ്ടാക്കണ്ട. അങ്ങനെ കർണാടകയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഇത്തരത്തിലുള്ള ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ എന്തായാലും മൊണാസ്ട്രി വന്ന് ചോദിച്ചാൽ അവിടെ ഒന്നെങ്കിലും ഒരു പീസ്ഫുൾ ആംബിയൻസ് ആവുമല്ലോ. അവിടെ പോയി മനസ്സൊക്കെ ഒന്ന് ശാന്തിയായി തിരിച്ച് നമുക്ക് ഏത് വഴി ഗോണിക്കോപ്പ കയറി അങ്ങനെ കറങ്ങി പോകണം. 30 കിലോമീറ്റർ അധികം അങ്ങനെ കറങ്ങി പോകാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ ഇവർക്ക് ഈ 500 രൂപയും കൊടുത്ത് പോണേക്കാളും ഭേദം അതാ തോന്നി. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ പോകാൻ പോവാണ് ഇങ്ങോട്ട്, ഇവിടെ അടുത്തുള്ളൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്ക്. അതിൻ്റെ പേര് കുറച്ചൊരു വശപ്പശകളുള്ള പേരാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടിയും ബൈ ഹാർട്ട് ചെയ്ത് പറയാം. അപ്പോൾ ഏതായാലും ഞാൻ ഡ്രൈവ് സീറ്റ് കയറി പോവാം അപ്പം അങ്ങോട്ട് എന്തായാലും. അങ്ങനെ നമ്മൾ ആ ഒരു മൊണാസ്ട്രിക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. കണ്ടോ, അങ്ങനെ സ്ട്രെയിറ്റ് നീണ്ടു നിവർന്ന് നടക്കണ അവിടെ. എന്ത് രസമാണെന്ന് നോക്കി. ഇന്ന് മൊത്തത്തിൽ പാളിപ്പോയൊരു ദിവസമാണ്. മൊണാസ്ട്രിയിൽ ഇപ്പോൾ കയറാൻ പറ്റില്ല. മൊണാസ്ട്രിയുടെ പേര് ഇതാണ്, ജോങ്കർ ചോടെ മൊണാസ്ട്രി. താഴെ അങ്ങനെ എഴുതി വന്നിട്ടുണ്ടാവും. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ ഞാൻ പുറത്തുനിന്നുള്ളൊരു വിഷയം കാണിച്ചു തരാം. അത് രാവിലെ 5 to 7 എന്താണ് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു വന്നാണ് മൊണാസ്ട്രിയിൽ. പക്ഷെ അത് പറ്റാത്ത കാരണം പുറത്തുള്ള 2 വിഷ്വൽസ് കാണിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുക. ഓക്കെ, അപ്പം അതേ ആ കാണുന്നതാണ് ആ ഒരു മൊണാസ്ട്രി. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ ആണ് ആ ഒരു മൊണാസ്ട്രിയുടെ. നമ്മളപ്പോൾ അത് വീണ്ടും ആ നാഗർഹോളെ ഫോറസ്റ്റിലെ റൂട്ടിൽ കയറി. നമുക്ക് നേരത്തെ പണി എന്ന റൂട്ടല്ല കേട്ടോ, ഇത് നമ്മുടെ മൈസൂർ തലശ്ശേരി റൂട്ടുണ്ടല്ലോ, ആ റൂട്ടാണ്. ഇതും നാഗർഹോളെ ആ ഒരു ടൈഗർ റിസർവ് കൂടെ പോവാം. പക്ഷേ അവിടുത്തെ പോലെ അല്ല, നല്ല റോഡാണ്, ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റൂട്ടിൽ കൂടെ അങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ കൂടെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടുന്ന് എന്തിനേലൊക്കെ കാണുമോ നോക്കാം നമുക്ക്. അപ്പം അങ്ങനെ നമ്മളിത് കേരളത്തിലേക്ക് തിരിച്ച് കയറി ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നേക്കാണ്. ഇനി എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, അവർ ചിലപ്പോൾ നിർത്തി ചെക്കൊക്കെ ചെയ്യിക്കും വണ്ടി. ഇന്നിപ്പോൾ ആരും നിൽക്കുന്നില്ല ഉണ്ട് ഇവിടെ എക്സൈസിൻ്റെ. മറ്റേത് ഇവിടെ നിർത്തി ചെക്ക് ചെയ്യിക്കലൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ കയ്യിൽ കുപ്പിയില്ലാത്തതുകൊണ്ടും ഫാമിലി ആയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും അപ്പോൾ ആ ഒരു തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റായി, നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ വീഡിയോ പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, ദാരിദ്ര്യം പിടിച്ച പണി വാളിയൊരു ദിവസമായിരുന്നു. നാഗർഹോളെ ഫോറസ്റ്റിൽ സംഭവിച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അവസാനം അടി വരെയായി. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു മൊണാസ്ട്രി കാണാൻ പോയി, അതിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ മൊത്തത്തിൽ പാളിപ്പോയൊരു ദിവസമായിരുന്നു ഇന്നലെ. ഞാനും കുഴപ്പമില്ല, ഇന്നൊരു നല്ല ദിവസമാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്നല്ലേ, അപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മസിനഗുഡി വഴി ഊട്ടിയില്ലേ, നമ്മൾ ആ മസിനഗുഡി വഴി ഊട്ടിക്കാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് തുടർന്ന് കാണുക. അതുവരേക്കും ബൈ ബൈ.